എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: ഗുണോ ഭൂഷേതേ രൂപം, ശീലം ഭൂഷേതേ കുലം, സിദ്ധിർഭൂഷേതേ വിദ്യാം, ഭോഗോ ഭൂഷേതേ ധനം. രൂപത്തിന് ഗുണം ഭൂഷണമാകുന്നു, കുലത്തിന് സ്വഭാവ ഗുണം ഭൂഷണമാകുന്നു, വിദ്യക്ക് സിദ്ധിയാണ് ഭൂഷണം, ധനത്തിന് ഭോഗമാണ് ഭൂഷണം. ഭൂഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ അലങ്കാരം എന്നാണ് അർത്ഥം. അലങ്കാരം എന്നതിനെ വർദ്ധിപ്പിക്കൽ, അതുപോലെ മോടി കൂട്ടൽ എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാം. നല്ല സൗന്ദര്യമുള്ള ഒരാൾ സ്വഭാവ ഗുണത്തിനും മുൻപിലാണെങ്കിലോ അപ്പോൾ രൂപത്തിന് ഗുണം അലങ്കാരമാകുന്നു. നല്ല കുലത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമായില്ല. ശീലം ഭൂഷേതേ കുലം, നല്ല സ്വഭാവമായിരിക്കണം, എങ്കിൽ മാത്രമേ അത് നല്ല കുലത്തിൽ ജനിച്ചുകൊണ്ട് പ്രയോജനമുള്ളൂ. പിന്നെ വിദ്യ എപ്പോഴാണ് ഭൂഷണമാവുന്നത്? നമുക്ക് കിട്ടുന്ന അറിവുകളൊക്കെ പ്രകൃതത്തിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർക്കും ഉപകാരപ്രദമായ രീതിയിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അലങ്കാരം തന്നെയാണ്. അല്ലെങ്കിൽ ഉന്നത കുലത്തിൽ ജനിച്ചാലും അറിവുണ്ടായി ആ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. താഴ്ന്ന കുലത്തിലായാലും കുഴപ്പമില്ല, അറിവുണ്ട്, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ശാസ്ത്രാന്യധീത്യാവി ഭവന്തി മൂർഖാഹ യസ്തു ക്രിയാവാം പുരുഷസ്സ വിദ്വാൻ എന്ന് പറഞ്ഞതുപോലെ ആകുന്ന അർത്ഥം. ആർക്കാണോ അത് പ്രയോഗിക്കുവാൻ സാധിക്കുന്നത് അവരാണ് വിദ്വാൻ. അല്ലാതെ ഒരുപാട് അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞാലോ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുപോലെ തന്നെയാണ് ധനം കയ്യിലുണ്ടെങ്കിൽ അതിങ്ങനെ കൂട്ടി വെച്ച് സമ്പാദിക്കല്ല വേണ്ടത്, അത് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. പണം അതിനു വേണ്ടിയിട്ടാണ്. ദാനം ഭോഗോ നാശസ്തിസ്രം എന്നൊക്കെ ധനത്തെക്കുറിച്ചുള്ള മഹിമകളൊക്കെ നമ്മൾ മുൻപ് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പണമുള്ളവരൊക്കെ എന്ത് ചെയ്യണം? അത് ആവശ്യത്തിന് പ്രയോഗിക്കുക. ഓരോന്നും ചേരേണ്ടടുത്ത് ചേരുമ്പോൾ മാത്രമാണ് അത് നമുക്ക് ഗുണം കാണുവാൻ വേണ്ടി സാധിക്കുക. ഗുണോ ഭൂഷേതേ രൂപം, ശീലം ഭൂഷേതേ കുലം, സിദ്ധിർഭൂഷേതേ വിദ്യാം, ഭോഗോ ഭൂഷേതേ ധനം.